Hi guys, തിരിച്ചു വന്നിരിക്കുന്ന വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോവുക ക്രെറ്റയുടെ റിമോട്ടിനെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇത് SX and SXO മോഡലിൻ്റെ റിമോട്ടാണ്. നിങ്ങളുടെ വണ്ടിയുടെ കൂടെ ഇങ്ങനത്തെ 4 ബട്ടണിനുള്ള റിമോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതിൽ കുറച്ച് സൈലൻറ്റ് ഫീച്ചേഴ്സുമുണ്ട്. അതിൽ നിങ്ങൾക്ക് ബട്ടൺ പ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല. ചുമ്മാ റിമോട്ട് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നമ്മളുടെ ക്രെറ്റ അതിനെ റെസ്പോണ്ട് ചെയ്യും. അതെങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതൊക്കെ നമ്മൾ നോക്കും. പിന്നെ ഈ റിമോട്ടിൻ്റെ ബാറ്ററി ഓഫ് ആയി പോയാൽ പിന്നെ എങ്ങനെയാണ് വണ്ടിനെ അൺലോക്ക് ചെയ്യുന്നത്, പിന്നെ എങ്ങനെയാണ് ഇതിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതും ഈ വീഡിയോയിൽ നമ്മൾ നോക്കും. എന്നാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം നോക്കാം ഈ റിമോട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ലോക്ക് അൺലോക്ക് സിമ്പിളാണ്. ലോക്ക് പ്രസ് ചെയ്താൽ ലോക്ക് ആവും, അൺലോക്ക് പ്രസ് ചെയ്താൽ അൺലോക്ക് ആവും. ഇപ്പോൾ ഇത് ലോക്ക്ഡാണ്. അൺലോക്ക് ചെയ്താൽ ഇത് അൺലോക്കായി. ഇപ്പോൾ ലോക്ക് ചെയ്യുമ്പം SX അല്ലെങ്കിൽ SXO മോഡലാണെങ്കിൽ നിങ്ങളുടെ മിറർ ഓട്ടോമാറ്റിക്കലി തുറക്കും, പിന്നെ ഫോൾഡ് ആവും. ഇപ്പം എനിക്ക് ഈ ഒച്ച വേണ്ട, ഇതിൻ്റെ ഒച്ച ഒത്തിരി ലൗഡാണ്. എനിക്ക് ആ ഒച്ച മാറ്റണമെങ്കിൽ എനിക്ക് ചുമ്മാ ഈ 2 ബട്ടൺ ഒരുമിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കണം. ഇപ്പം നിങ്ങൾ 4 പ്രാവശ്യം ബ്ലിങ്കിങ് ലൈറ്റ് കണ്ടു. ഇപ്പം ഇത് സൈലൻറ്റ് മോഡിൽ പോയിട്ടുണ്ട്. സോ ബേസിക്കലി ലോക്ക് ആൻഡ് അൺലോക്ക് ഈ 2 ബട്ടണിനെ ഒരുമിച്ച് പ്രസ് ചെയ്ത് വെച്ചാൽ ഇത് സൈലൻറ്റ് മോഡിൽ പോകും. ഇപ്പം ഞാനിത് ലോക്ക് ചെയ്തു, അൺലോക്ക് ചെയ്തു. നിങ്ങൾക്ക് കാണാം ഒച്ച വന്നിട്ടില്ല. ഇപ്പം ഈ ബാക്കി 2 ബട്ടൺ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഇതാണ് ബൂട്ടിൻ്റെ ബട്ടൺ. ഇപ്പം ഇത് അൺലോക്കാണ്. ഞാൻ ലോക്ക് ചെയ്യട്ടെ ആദ്യം. വണ്ടി ലോക്കായി. ഇപ്പം എനിക്ക് വണ്ടി അൺലോക്ക് ചെയ്യേണ്ട, എനിക്ക് ചുമ്മാ ബൂട്ട് അൺലോക്ക് ചെയ്യണം. എന്നാൽ ഈ ലാസ്റ്റ് ബട്ടൺ ഒരു പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ 2 പ്രാവശ്യം ഇത് ബ്ലിങ്ക് ചെയ്യും. നമ്മളുടെ ബൂട്ട് അൺലോക്ക് ആയിട്ടുണ്ട്. ഇപ്പം ചാവി ഞാൻ ഇവിടെ വെക്കാം. ഇപ്പം ബൂട്ടിൻ്റെ അടുത്ത് പോയാൽ ബൂട്ട് തുറന്നു. ഇപ്പം എനിക്ക് സാധനങ്ങളൊക്കെ വണ്ടീനകത്ത് ഇടണമെങ്കിൽ ഇട്ട് കഴിഞ്ഞിട്ട് എനിക്കിത് ഇപ്പം ക്ലോസ് ആക്കാം. ക്ലോസ് ആക്കുമ്പം ഒരു പ്രാവശ്യം ഈ ലൈറ്റ് ബ്ലിങ്ക് ആവും, പിന്നെ ഇത് ലോക്ക് ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ പിന്നെ ഇത് തുറക്കാൻ നോക്കിയാൽ ഇത് തുറക്കില്ല. സോ ഇതാണ് ബൂട്ട് ഫീച്ചർ. നിങ്ങൾക്ക് ചുമ്മാ ബൂട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഓപ്ഷൻ. ഇപ്പം എനിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം. വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ പ്രസ് ചെയ്ത് വെച്ചാൽ വണ്ടി സ്റ്റാർട്ട് ആവും. പക്ഷേ ചുമ്മാ ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ഇത് ഓൺ ആവില്ല. ഇതിനെ ഓൺ ആക്കാനായിട്ട് നിങ്ങൾക്ക് ആദ്യം ലോക്ക് ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യണം, പിന്നെ ഈ ഹോൾഡ് ബട്ടൺ പ്രസ് ചെയ്യണം. ഞാൻ അത് കാണിക്കാം. ആദ്യം ലോക്ക്, പിന്നെ ഹോൾഡ് പ്രസ് ചെയ്ത് വെക്കണം. ഒരു 3 സെക്കൻഡ് പ്രസ് ചെയ്ത് വെച്ചാൽ ഇത് സ്റ്റാർട്ടായി. പിന്നെ 4 പ്രാവശ്യം ഈ ലൈറ്റും ബ്ലിങ്ക് ആവും. ഇപ്പം റിമോട്ട് ഞാൻ പിന്നെ ഇവിടെ വെക്കാം. വീരരുത്, നിങ്ങൾക്ക് കേൾക്കാം വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പം എൻ്റെ അകത്ത് നോക്കാം. നിങ്ങൾക്ക് കാണാം വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. പിന്നെ എൻ്റെ AC ഓൺ ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ ക്ലോസ്ലി നോക്കിയാൽ എൻ്റെ ക്ലൈമറ്റ് കൺട്രോൾ ഓൺ ആയിട്ടുണ്ട്. പക്ഷേ എൻ്റെ മ്യൂസിക് സിസ്റ്റം ഒന്നും ഓൺ ആയിട്ടില്ല, ഒരു ലൈറ്റ് ഒന്നും ഓൺ ആയിട്ടില്ല. വണ്ടി കംപ്ലീറ്റ്ലി ഓഫാണ്, ലോക്ക്ഡാണ്. നിങ്ങൾക്ക് കാണാം ഇതും പ്രസ് ചെയ്ത് വെച്ചാൽ ഇതും പ്രസ് ചെയ്ത് വെച്ചാൽ എന്ത് ചെയ്താലും വണ്ടി തുറക്കില്ല. സോ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചറാണ്. ഇത് നിങ്ങൾക്ക് ക്രെറ്റ SX പിന്നെ SXO പിന്നെ ആൽക്കട്രാസിൽ ഈ ഫീച്ചർ കിട്ടും. സോ ഇങ്ങനെ നമ്മൾക്ക് വണ്ടീനെ ഒരു ചൂടുള്ള സ്ഥലത്തിലാണെങ്കിൽ വണ്ടീൻ്റെ അകത്ത് പോകാൻ മുമ്പേ നിങ്ങൾക്ക് AC ഓൺ ചെയ്യണമെങ്കിൽ ഇങ്ങനെ AC ഓൺ ചെയ്യാം. അല്ലെങ്കിൽ തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് വണ്ടിയുടെ ഹീറ്റർ ഓൺ ചെയ്യണമെങ്കിൽ അത് ഓൺ ചെയ്യാം. സോ ബേസിക്കലി ലാസ്റ്റ് ACയുടെ സെറ്റിംഗ് നിങ്ങൾ എന്താ വെച്ചത് അതാണ് ഇത് ഓർമ്മ വയ്ക്കാൻ പോകുന്നത്. അതിലാണ് ഇത് സ്റ്റാർട്ട് ആവാൻ പോകുന്നത്. ഇപ്പം ഇതിനെ ഓഫ് ചെയ്യണമെങ്കിൽ ചുമ്മാ ഈ ഹോൾഡ് ബട്ടൺ ഒരു പ്രാവശ്യം പ്രസ് ചെയ്യണം. ഞാൻ അടുത്ത് പോയിട്ട് കാണിക്കാം. വണ്ടിയുടെ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ചുമ്മാ ഇങ്ങനെ പ്രസ് ചെയ്ത് വിട്ടാൽ മതി, വണ്ടി ഓഫായി. ഇപ്പം ഇത് അൺലോക്കുമായിട്ടില്ല. സോ ഇതിൻ്റെ സ്പെഷ്യൽ ഫീച്ചറാണ്. ഇപ്പം ഇതിൻ്റെ സെൻസറിനെ പറ്റി സംസാരിക്കാം. സോ ഇതിൽ 3 സെൻസറുണ്ട്. ഒരെണ്ണം ഡ്രൈവർ സൈഡിൻ്റെ ഡോറിൽ, ഒരെണ്ണം ബൂട്ടിൻ്റെ അകത്ത്, പിന്നെ ഒരെണ്ണം സ്റ്റാർട്ട് ബട്ടണിൽ. ഇപ്പം സ്റ്റാർട്ട് ബട്ടണിൻ്റെ സെൻസർ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാം. സോ ബേസിക്കലി ഈ റിമോട്ടിൻ്റെ ബാറ്ററി കംപ്ലീറ്റ്ലി പോയാൽ പിന്നെ ഈ വണ്ടീനെ എങ്ങനെയാണ് അൺലോക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ ഒരു മാനുവൽ കീ ഉണ്ട്. സോ മാനുവൽ കീ എടുക്കാൻ ഈസിയാണ്. ഈ ബട്ടൺ പ്രസ് ചെയ്ത്
ഒരു പ്രാവശ്യം ഇങ്ങനെ പ്രസ് ചെയ്ത് പിന്നെ ഇത് വലിച്ചാൽ ഈ കീ വന്നു. ഈ കീ കൊണ്ട് എനിക്ക് വണ്ടീനെ അൺലോക്ക് ചെയ്യാം. പക്ഷേ അൺലോക്ക് ചെയ്യുമ്പോൾ എന്താവുമെന്ന് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ടേൺ ഇറ്റ്. Now you see it unlocked. Now I can get into the car. It will detect that. സോ നിങ്ങൾ കണ്ടല്ലോ, ഇത് അൺലോക്ക് ചെയ്യുമ്പം ഇതിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം ഓൺ ആവും. പിന്നെ എനിക്ക് എൻ്റെ ഫോണിലൊരു മെസ്സേജ് വരും, ആരോ നിങ്ങളുടെ വണ്ടി ഇതിനകത്ത് കയറാൻ നോക്കുവാണ്, പ്ലീസ് പോയിട്ട് നോക്ക്. പിന്നെ ഇത് ഒത്തിരി ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങും. പിന്നെ ആ സമയം എന്ത് ചെയ്യണം, ഈ ബാറ്ററി ഇല്ലാത്ത റിമോട്ട് എടുത്ത് ആ സ്റ്റാർട്ട് ബട്ടണിൽ വെച്ചിട്ട് ഇതിൻ്റെ കൂടെ വണ്ടീനെ സ്റ്റാർട്ടാക്കാൻ നോക്കണം. ആ സമയം ബാറ്ററി ഇല്ലെങ്കിലും ഇതിൻ്റെ അകത്തൊരു ചിപ്പുണ്ട്. ആ ചിപ്പ് ഇവിടെ മെസ്സേജ് കൊടുക്കും, ഇത് ഈ വണ്ടിയുടെ കീ തന്നെയാണെന്ന്. പിന്നെ ആ അലാം ഓഫാവും. പിന്നെ നിങ്ങൾക്ക് വണ്ടീനെ യൂസ് ചെയ്യാം. സോ ആ ഫീച്ചർ ഇപ്പം എനിക്ക് ഡെമോ കാണിക്കാൻ പറ്റില്ല, കാരണം എൻ്റെ റിമോട്ടിൽ ഇപ്പം ബാറ്ററി ഉണ്ട്. സോ അതാണ് അകത്തെ സെൻസറുടെ യൂസ്. ഇപ്പം ഡോറുടെ സെൻസർ കാണിക്കാം. സോ ഇത് ഞാൻ ചുമ്മാ എൻ്റെ കയ്യിലാണെങ്കിലും പോക്കറ്റിലാണെങ്കിലും ചുമ്മാ ഇത് അടുത്തുണ്ടെങ്കിൽ ഞാൻ വണ്ടിയുടെ അടുത്ത് വരുമ്പോൾ വണ്ടി ഓട്ടോമാറ്റിക്കലി എന്നെ ഡിറ്റക്റ്റ് ചെയ്യും, പിന്നെ അൺലോക്ക് ആവും. പക്ഷേ ഇപ്പോഴും വണ്ടി കംപ്ലീറ്റ്ലി അൺലോക്ക്ഡ് അല്ല. ഇത് ഇങ്ങനെ തുറക്കുമ്പം തുറക്കില്ല, ബാക്കി ഒരു ഡോറ് തുറക്കില്ല. ഈ ബട്ടൺ ആദ്യം പ്രസ് ചെയ്യണം. ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ തുറന്നാൽ ഇത് തുറക്കും. ഇപ്പം പിന്നെ ക്ലോസ് ചെയ്യാം, ലോക്ക് ചെയ്യാം. ഇപ്പം ഞാൻ പുറകോട്ട് പോവാം. സോ ഇവിടെയും ഒരു സെൻസറുണ്ട്. ആ സെൻസറും എൻ്റെ റിമോട്ട് ഡിറ്റക്റ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ ചുമ്മാ ഇതിങ്ങനെ തുറക്കാൻ നോക്കിയാൽ ഇതും തുറക്കും. ക്ലോസ് ചെയ്യാം, തിരിച്ച് ലോക്കായി. സോ ഇതാണ് റിമോട്ടിൻ്റെ ഫീച്ചർ. സോ നിങ്ങൾ വണ്ടിയുടെ അകത്ത് കയറുമ്പം വണ്ടീനെ യൂസ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഈ റിമോട്ട് വെളിയിൽ എടുക്കേണ്ട ആവശ്യമേ ഇല്ല. ചുമ്മാ പോക്കറ്റിനകത്ത് വെച്ചാൽ മതി. ലോക്ക് വണ്ടി വിട്ടിട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ലോക്ക് ചെയ്യാനായിട്ട് ഇതിൻ്റെ യൂസ് വരാൻ പോകുന്നത്. അത് നമ്മൾക്ക് ഓർമ്മ വയ്ക്കണം. സോ വണ്ടിയുടെ അകത്ത് കയറുമ്പം എൻ്റെ ചാബി എൻ്റെ ബാഗിനകത്തുണ്ടെങ്കിലും എനിക്ക് ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ സ്ഥലത്തെത്തി കഴിഞ്ഞിട്ട് ലോക്ക് ചെയ്യാൻ പോകുമ്പം എനിക്ക് റിമോട്ട് എടുക്കേണ്ടി വരും. എന്നാൽ അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. എൻ്റെ ഇൻഫർമേഷൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ എൻഡിലും കാണും. പിന്നെ ഈ സെയിം വീഡിയോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളത്തിൽ കാണണമെങ്കിൽ, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ കാണണമെങ്കിൽ എൻ്റെ വേറെ 2 ചാനലുണ്ട്. അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിനകത്തിടാം. എന്നാൽ അത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.